കണ്ണു കാത്തിരുന്നു മണ്ണിലൊരു വൈകാലിതാ അതോട് കാതോരം കേട്ടിരുന്നു ദേവപുത്രം പിറന്നുമെന്ന് കണ്ണും കണ്ണും മണ്ണിലൊരു വൈകാലിതാ കാതോട് കാതോരം കേട്ടിരുന്നു ദേവപുത്രം. ഇനി നമുക്ക് നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിനെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആളൂര് ദേവസ് ജോൺസൺ. ഇത് എൻ്റെ അപ്പച്ചന് 95 വയസ്സായി. അപ്പം ചെവി മാത്രം കേൾക്കില്ല, അങ്ങനെ വിഷയം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഭാര്യ ബേബി, അത് എൻ്റെ മോളുടെ ഭർത്താവ് എഡ്വേർഡ്. അത് ഒരു കടയുണ്ട്. പിന്നെ മൂത്ത മോൻ എറോൾഡ്, രണ്ടാമത്തെ മോൻ സാന്താക്ലോസ് എയ്ഡൻ, എൽഡർ മരിയ, മൂന്നാമത്തെ കുട്ടി. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മോള് ബിൻസി, രണ്ടാമത്തെ മോള് ബെൻസി. അവള് എന്നെ കൊട്ടയക്കാട്ടേക്ക് കല്യാണം കഴിച്ചേക്കണു. അവരവിടെ കുടുംബമായിട്ട് ജീവിക്കണു. മൂത്ത മോള് ബിൻസിയുടെ ഭർത്താവ് എഡ്വേർഡ്. അവർക്ക് 3 മക്കളാണ്. അത് മൂത്തത് എറോൾഡ്, രണ്ടാമത്തെ എയ്ഡൻ, താഴത് എൽഡറി മരിയ. അവര് എറോൾഡ് 5ൽ പഠിക്കുന്നു, സെന്റ് പേസിൽ പഠിക്കുന്നു. എയ്ഡൻ CKCയിൽ 3ൽ പഠിക്കുന്നു. മരിയ പഠിക്കാൻ പോണില്ല. ഓക്കെ, നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് അനുഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. ക്രിസ്മസ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അത് ഈ ചെറിയ പിള്ളേരുടെ പ്രായത്തിലുള്ള. അന്ന് എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിൽ കറണ്ടൊന്നും ഇല്ല, അങ്ങനെ പുൽക്കൂടൊന്നും ഉണ്ടാക്കാറില്ല സാധാരണ ഗതിയിൽ. അപ്പോൾ പുൽക്കൂടൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അന്ന് കറണ്ടും ഇല്ല. അപ്പം മഠത്തിലെ പള്ളിയിലേക്കാണ് കുർബാനയ്ക്ക് പോവുക. അന്ന് പാതിര കുർബാന എന്ന് പേര് കുർബാനയുണ്ട്. ഇപ്പോൾ രാത്രിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ റാന്തലും പെട്രോമേസം ഒക്കെ കത്തിച്ചിട്ടാണ് പോവുക. അപ്പോൾ അവരുടെ കൂടെ നിങ്ങളും പോവും. അങ്ങനെ പള്ളിയിൽ പോയി അവിടെ പുൽക്കൂടൊക്കെ കണ്ട് വന്ന് ഇവിടെ നോയമ്പ് പറഞ്ഞൊരു പരിപാടി ചെറുതായ രൂപത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ വെച്ചാൽ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ ഒരു കൊല്ലം പുൽക്കൂട് ഉണ്ടാക്കിയപ്പോൾ ക്രിപ്സെറ്റ് വാങ്ങിക്കാൻ കിട്ടിയില്ല. അന്ന് നേരം വൈകി. അപ്പോൾ പിന്നെ ക്രിസ്മസ് കാർഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ആദ്യമായിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. പിന്നീട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയ ഓർമ്മകളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നിറഞ്ഞ. എനിക്ക് ക്രിസ്മസ് കാർഡ് വെച്ചിട്ട് ക്രിസ്മസ് കൂടെ ഉണ്ടാക്കി. ക്രിസ്മസ് കാർഡില് രൂപങ്ങള് കിട്ടിയില്ല. അപ്പൊ അതൊന്ന് വെട്ടിയെടുത്തിട്ട് അങ്ങനെയാണ്. അല്ല, കാർഡ് തന്നെ വെച്ച് പലതരം കാർഡുകൾ നല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാർഡൊക്കെ വെച്ചിട്ട് ഒരു കൂട്. ഓക്കെ, നമുക്ക് നമ്മുടെ എഡ്വേർഡ് ആക്ടിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ. ഓക്കെ, ബിൻസേച്ചി, ഇനി ബിൻസേച്ചിക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുള്ളത്? എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലെ ക്രിസ്മസ് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാർഡ് അയക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുക. നമ്മുടെ ബന്ധുക്കൾക്ക്, അമ്മായിമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കാർഡ് അയക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മൾ തന്നെ വരുന്നതും നോക്കിയിട്ടിരിക്കും. പോസ്റ്റ്മാൻ വരുന്നതും നോക്കിയിട്ടൊക്കെ ഞങ്ങൾ ഇരിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് സന്തോഷം ഗിഫ്റ്റ്. അപ്പൊ ഞങ്ങളുടെ പേപ്പന്റെ കുട്ടികൾക്കൊക്കെ ചെറിയ ഗിഫ്റ്റ്. അന്ന് അവർ ചെറിയ കുട്ടികളായിരുന്നു, 2-3 വയസ്സുള്ള കുട്ടികളായിരുന്നു. അപ്പൊ ഞങ്ങൾ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വെച്ച് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്കും സന്തോഷം, അത് നമുക്കൊരു സന്തോഷം. നല്ല എന്താ പറയാ, പോസ്റ്റ് കാർഡിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ആ ഒരു സീൻ ഞങ്ങൾക്കൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഫോണ് മൊബൈലില് മെസ്സേജ് അയക്കുന്ന അങ്ങനെ. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഹാർട്ട് ടു ഹാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. പോസ്റ്റ് നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ ഇങ്ങനെ അയക്കുന്നു. അതിന് നമ്മൾ വർക്ക് എടുത്ത് ചെയ്യുമ്പോ അതിനൊരു രസം. അപ്പൊ അതും കാത്തിരിക്കാന്ന് പറയുമ്പോ അതിന് വേറൊരു രസം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഇതേ നമ്മുടെ സാന്റാക്ലോസ് ഉണ്ട് ഇവിടെ. അവൻ നമുക്ക് വേണ്ടിട്ട് ഇത്ര നേരായിട്ട് ഇതേത്. ഹലോ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ക്രിസ്മസ് അപ്പൂപ്പ
പറഞ്ഞോ. സുഹൃത്ത് ജപം. സുഹൃത്ത് ജപം പറയാനാണോ? ഓക്കെ, പറഞ്ഞോ. എൻ്റെ ഉണ്ണീശോയെ, നിങ്ങളെ ഇറക്കി പിടിച്ചേ. പറഞ്ഞോ. എൻ്റെ ഉണ്ണീശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അച്ചടാ. ഇനി നമുക്ക് നമ്മുടെ എറോൾഡിന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, ആർ യു റെഡി? സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മഞ്ഞു പെയ്യുന്ന രാവിൽ അശിശിരകാല തണുപ്പിൽ ബത്ലഹേമി പുൽക്കോട്ടിൽ ജാതനായി. മഞ്ഞു പെയ്യുന്ന രാവിൽ അശിശിരകാല തണുപ്പിൽ ബത്ലഹേമി പുൽക്കോട്ടിൽ ജാതനായി. യേശു ജാതനായി, യേശു ജാതനായി. ഒന്ന് ചേർന്ന് പാടി രാമാനന്ദത്തോടെ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേയോ. ഒന്ന് ചേർന്ന് പാടി രാമാനന്ദത്തോടെ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേയോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഞ്ഞണിയും മാമലകൾ പുഞ്ചിരി തൂകി, വിണ്ണിലെങ്ങും താരകങ്ങൾ മിന്നിത്തിളങ്ങി. മഞ്ഞണിയും മാമലകൾ പുഞ്ചിരി തൂകി, വിണ്ണിലെങ്ങും താരകങ്ങൾ മിന്നിത്തിളങ്ങി. കുന്തിരിക്കം പൊന്നുമപ്പം നിറയുമെകി, കീർത്തനങ്ങൾ പാടിയർത്തു മാലാകമാർ. കുന്തിരിക്കം പൊന്നുമപ്പം നിറയുമെകി, കീർത്തനങ്ങൾ പാടിയർത്തു മാലാകമാർ. ഒന്ന് ചേർന്ന് പാടി രാമാനന്ദത്തോടെ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേയോ. ഒന്ന് ചേർന്ന് പാടി രാമാനന്ദത്തോടെ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേയോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹാപ്പി 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 ക്രിസ്മസ്, ഹാപ്പി 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 ക്രിസ്മസ്. മണ്ണിലാകെ പൂത്തെളിഞ്ഞു മന്ദകാസപ്പൂക്കൾ, മാലോകരേറ്റ് പാടി ഹല്ലേലൂയ ഗീതം. മണ്ണിലാകെ പൂത്തെളിഞ്ഞു മന്ദകാസപ്പൂക്കൾ. ക്രിസ്മസ് അപ്പൂപ്പൻ, എന്നാ നിനക്ക് ഒരു ഗിഫ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. സോ ഗായ്സ്, നമ്മള് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ സാന്റാ ക്ലോസ് നമുക്ക് എന്ത് തന്നു? ഗിഫ്റ്റ് തന്നു. വി ആർ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. വെൽക്കം. സോ വെൽക്കം. ഓക്കെ, ഇനിങ്ങളെ മുഖം ഒന്ന് കാണിക്കാം അല്ലേ? അവൻ നമുക്ക് വേണ്ടിട്ട് ഈ ഫുൾ വീഡിയോയില് ലൈക്ക് ഇതും വെച്ച് ഇവിടെ അതും ഉഷ്ണിച്ചിട്ടിരിക്കുകയാണ്. ഉഷ്ണിക്കണ്ട ഇല്ല, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അടുത്തേക്ക് പോവാം. കൺഫ്യൂഷനായ? ഓക്കെ, എന്ത് ക്യൂട്ടായിട്ടാണ് ഈ കുട്ടി ഹാപ്പി ക്രിസ്മസ് പറയുന്നത്. അപ്പൊ ഹാപ്പി പ്ലീസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മുടെ എന്റെ പേരും കൂടി പറയും. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, മരിയക്കുട്ടിയുടെ ക്രിസ്മസ് ആശംസകൾ കേട്ടാ അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. അവിടെ ഉണ്ട് കണ്ണും കണ്ണും കാറ്റിരുന്നു. മണ്ണിലൊരു പൈതലിനായി. Come on. Ready, 1, 2, 3, start. കണ്ണും കാത്തിരുന്നു, കണ്ണിലൊരു പൈതലിനായി. കാതോടെ കേട്ടിരുന്നു ഉത്തരം പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു,
കണ്ണിലൊരു പൈതലിയായി കാതോടെ കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. നമ്മുടെ ഇടവകയിൽ തന്നെ പ്രായം കൂടിയ ഒരു അപ്പാപ്പനാണ് ആര്, നമ്മുടെ ദേവസി അപ്പാപ്പൻ അല്ലേ? ഓക്കെ, അതിന്റെ ചെറിയൊരു ഇതുണ്ട്. എന്നാലും സ്റ്റിൽ കേൾക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഇപ്പോഴും എല്ലാ ദിവസവും പള്ളിയിൽ വന്നിട്ട് നല്ല മിടുമിടുക്കനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപ്പാപ്പനാണ് ദേവസി അപ്പാപ്പൻ അല്ലേ? അപ്പോൾ ഞാനും ഭയങ്കര സന്തോഷവതിയാണ്. കാരണം അപ്പാപ്പനെ കാണാൻ പറ്റിയില്ല, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പാപ്പനെ കാണാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? ഓക്കെ അപ്പാപ്പ, അപ്പം എങ്ങനെയാ ചാച്ച പറയാം, ചാച്ച. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലോ? പറയാ? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ക്രിസ്മസ്. സോ നമ്മുടെ ബാരക്മോ ഡേ 14 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ക്യാമറമാൻ അലക്സിയറിനോടൊപ്പം ആൽഫിയ ആൻഡ് ഏഞ്ചലിന ആർ സൈനിങ് ഓഫ്. ബൈ.